ആഹാ തിളങ്ങുള്ള ഉടുപ്പാണല്ലോ. അതെ അതെ അതെ, ചാടി ചാടിയിരോട്ടം. അതാ ഉടുപ്പ ഇങ്ങനെ എനിക്ക് 1 വയസ്സായപ്പോ ഗിഫ്റ്റ് കിട്ടിയതാ. 1 വയസ്സായപ്പോഴോ? ഇപ്പൊ എത്ര വയസ്സായി? 6 വയസ്സ്. 1 വയസ്സോളപ്പോ ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പ് 6 വയസ്സായപ്പോഴാണ് ഇട്ടത്. 5 വർഷം സൂക്ഷിച്ചു വെച്ചു അച്ഛനും അമ്മയും. ആ, ഇത് ആരാ തന്നത്? തന്നു ഇത്ര വലിയ ഉടുപ്പ്? ദീപ്തി ആന്റി. ദീപ്തി ആന്റി ഉടുപ്പാണിത്. ആണോ? ആഹാ, ഇത് നല്ല ഡിസൈനൊക്കെ ആണല്ലോ. എനിക്കൊന്ന് ഈ ഉടുപ്പിട്ട സ്ഥിതിക്ക് പാട്ട് തകർക്കുവാൻ സാധ്യതയുണ്ട്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ മനസ്സ് പറയണു. ഏത് പാട്ടാടാ ചക്കരെ പാടുന്നത്? പറഞ്ഞാൽ സമ്മാനം തരാം. പറയട്ടെ? ആ, പക്ഷേ പറയാം. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ മുഖം ഇങ്ങനെ വിടർന്നിങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ എന്തോ നേരത്തെ തന്നെ നോക്കൂ, ഒരു കണക്ഷൻ ഉണ്ടല്ലോ മീനുട്ടി ചേച്ചിയായിട്ട്. നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ പാട്ട് ഏതാണെന്ന്? എനിക്കറിയാം, ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. അറിയാം അല്ലേ? ആ, വെറുതെ എന്റെ മുഖത്ത് പ്രത്യേക സന്തോഷം. ആ, മുഖം അങ്ങോട്ട് വിരിഞ്ഞൊക്കെ പൂ വിരിഞ്ഞൊക്കെ സൂര്യകാന്തി പൂ പോലെ ഇരിക്കും. സന്തോഷായി. അതെ അതെ അതെ. ഞാൻ പറയാം. അമർ അക്ബർ ആന്റണി. കുട്ടി പാടിയ പാട്ട്. അപ്പൊ എന്തായാലും പാട്ടിന്റെ ഡീറ്റെയിൽസ് കേൾക്കാം. സിനിമ അമർ അക്ബർ അന്തോണി. യെസ്. പിന്നെ ലിറിക്സ് ബാപ്പു വാവാട്. ബാപ്പു വാവാട്. യെസ്, വാവാട്. മ്യൂസിക് നാദർഷ. നാദർഷിക. അല്ലെങ്കിൽ നാദിർഷ അങ്കിൾ. നാദിർഷ അങ്കിൾ. ആ, പിന്നെ പാടിയത് ശ്രേയ ജയദീപ്. ശ്രേയ ചേച്ചി. ഇത് ശ്രേഷ്ഠ, അത് ശ്രേയ. യെസ്, വെരി ഗുഡ്. വർഷം 2015. 2015. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. എന്താ പിന്നെ? സ്കൂളിൽ പോയിട്ട് എന്റെ ഫ്രണ്ട്സും എന്റെ ടീച്ചർമാരും എന്റെ ആന്റിമാരും എല്ലാം നിങ്ങളൊരു ഹായ് കൊടുക്കോ? സ്കൂളിന്റെ പേരെന്താ? ജീവൻ ബദനി വിദ്യാലയ. അപ്പൊ നവജീവൻ ബദനി വിദ്യാലയത്തിലെ എല്ലാ ടീച്ചർമാർക്കും ഹായ്. കൂട്ടുകാർക്കും ഹായ്. യെസ്. ഓക്കെ. All the best. All the best. Yes. All the best. Thank you.
ഗുഡ് വെരി ഗുഡ്. ശ്രേഷ്ഠക്കുട്ടി കലക്കി. My God, unbelievable. മഴക്കാലായോണ്ടെന്ന് തോന്നുന്നു എല്ലാരും കൊടയൂടെ കൊടവിടുപ്പാ. അതെ, അതെ. അല്ല ഇത് ഈ പണ്ട് അതെ, അതെ. കാലത്തെ സിനിമയിൽ പിള്ളേരിടുന്ന ഉടുപ്പാണ് ഇത്. പിന്നെ പണ്ട് എപ്പോഴും ഇതിലുണ്ടായിരുന്നു വാഷിംഗ് പൗഡർ നിർമ്മ. ഈ പാട്ട് ഇങ്ങനെ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളെക്കാളും വേറൊരാൾ ഇവിടെ വേറെ ഏതോ ലോകത്ത് പോയി കണ്ണു നിറയുന്നോ കരയുന്നോ ചിരിക്കുന്നോ അച്ഛനായിരിക്കും. അല്ല അച്ഛനല്ല മീനൂട്ടി ആയിരിക്കും. മീനൂട്ടി. അതെ, അന്ന് ഞാൻ ഓർത്തോ ഞാനിത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നല്ലേ. അതാണ് ദൈവത്തിന്റെ ഓരോ പ്ലാനേ. അയ്യോ സത്യം, അന്ന് ഞാൻ ഇതിനെ കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ ഉള്ളു. അതെ. അപ്പൊ ഞാൻ ഇത് വല്ലോ ഓർക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ എന്റെ ശിഷ്യക്കുഞ്ഞു പാടിയ പാട്ടാത്. ആ ശ്രേയ ജയദീപ്. ആ, ശ്രേയ. ആ. ഞാനും ശ്രേയം ആദ്യം ഒന്നിച്ചാണ് ഫീൽഡിലേക്ക് വരുന്നത്. മീനുട്ടി പറ എത്ര വയസ്സുണ്ടായിരുന്നു മീനുട്ടിക്ക് അപ്പൊ? ലാലേട്ടന്റെ തോളിരുന്ന് മൂത്രമൊക്കെ ഒഴിച്ച സമയം അല്ലേ? ആ സമയം മൂത്രം ഒഴിച്ചായിരുന്നു അവിടെ? ഇല്ല, ഞാൻ അത് ലാലങ്ങൾ ചുമ്മാ പറയുന്നത്. അന്ന് ലാലേട്ടനും അത് പറഞ്ഞു മൂത്രം ചുമ്മാ പറയുന്ന ഞാൻ മൂക്കൊലിപ്പിച്ചുകൊണ്ടെന്ന പ്രായം അല്ലേ? അതും ഞാൻ ചെയ്തില്ല. എന്തൊക്കെ ക്രൂരതയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനോട് ചെയ്തിരിക്കുന്നത്? പറ ഞാൻ മീനുട്ടി. ഒന്നും ചെയ്തിട്ടില്ല. തോളിൽ മൂത്രം ഒഴിച്ചു, പിന്നെ എന്തൊക്കെ ചെയ്തു? അത് സൂപ്പർ സ്റ്റാർ നോണ പറഞ്ഞതാണ്. അതിന് മുന്നേ ഇത് ശരി, എത്ര വയസ്സുണ്ടായിരുന്നു? ഒപ്പത്തിന് മുന്നേ 8 8 വയസ്സുണ്ടാവും. വയസ്സ്, അതായത് 3ാം ക്ലാസ് അല്ലേ? ആ 3 ഉണ്ടാവും. 7-8 വയസ്സുണ്ടായാലും ആ സമയത്താണ് അമർ അക്ബർ ആന്റണി അതും ആദ്യമായിട്ട്. ഇത്രയും നല്ലൊരു പാട്ടില് അതെ, 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 അതെ. അതെ. ഇത്രയും ബിഗ് ഹിറ്റ്. അയ്യോ അതെ, ഇപ്പൊ ഇരുന്ന് ഓർക്കുമ്പോ അതൊക്കെ ഭയങ്കര സംഭവം. അന്ന് അതിനുള്ള ഒരു തരത്തിലുള്ള ബോധവും നമുക്കില്ലല്ലോ. അതെ. അപ്പം അമർ അക്ബറിലേക്ക് വരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഇപ്പോഴും ആ സമയത്ത് ഭയങ്കരമായിട്ട് പൃഥ്വിരാജ് ഫാൻ. അപ്പം പെട്ടെന്ന് വന്നിട്ട് പൃഥ്വിരാജിന്റെ സിനിമയാണെന്ന് ഞാൻ ചുമ്മാ കളിപ്പിക്കുകയാണെന്നാ വിചാരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ സെറ്റിലോട്ട് ചെല്ലുമ്പോ എനിക്ക് മൊത്തം അത് അത്ഭുതങ്ങളായിരുന്നു. മീനൂട്ടിയിലാണ് ആ കഥ പോണത്. മീനൂട്ടിയുടെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു അതെ, കഥ. അതെ, മൊത്തം അല്ലേ? മൊത്തം അത്ഭുതമായിരുന്നു. അത്ഭുതങ്ങളാണ്. പിന്നെ അങ്ങോട്ട് ഇനി എന്തൊക്കെ അത്ഭുതത്തോട് കിടക്കുന്നു? അത്ഭുതം. മീനൂട്ടിക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ, മീനൂട്ടിയിലാണ് പിന്നെ ആ കഥ അങ്ങ് മുന്നോട്ട് പോകുന്നു. അത് ഈ പാട്ടിന് വലിയൊരു അതെ, അതെ. പ്രാധാന്യമുണ്ട്. കൊച്ചു ഫുള്ള് നിന്ന് പാടുന്നതല്ലേ? ആ, അതെ, മീനൂട്ടി അതെ, പാടുന്നത്. അതെ. അതൊക്കെ വലിയൊരു അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഉറപ്പായിട്ടും. അത്ര ഹിറ്റായ ഒരു 1-2 പടങ്ങൾ, ഇപ്പൊ 3 ഓഫീസർ അടക്കം. മീനൂട്ടി ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ നോക്കുമ്പോ ചാക്കോച്ചനല്ലേ അച്ഛനായിട്ട് അതെ, അഭിനയിക്കണേ? അതെ. അതേ മുഖച്ഛായ മോൾക്കും. ആ നെറ്റി ഏകദേശം ഒരുപോലെ ഇരിക്കണേ, ചാക്കോച്ചന്റെയും മിനൂട്ടിയുടെയും. ഞാൻ സന്തോഷം. ചാക്കോച്ചൻ കേക്കേ വേണ്ട. ചാക്കോച്ചൻ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ശരി, അഭിനയിച്ചവര് ഫേവറേറ്റ് അച്ഛൻ ആരായിരുന്നു അഭിനയിച്ചവരില്? അയ്യോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റില്ല. പറയില്ല ഞാൻ അങ്ങനെ. എന്നുവെച്ചാ ആദ്യം ലാലങ്ങളുടെ കൂടെ അത് ചെയ്തു. പക്ഷെ ഒപ്പത്തില് ലാലങ്ങളും സമുദ്രകന്യകളും ഉണ്ടല്ലോ. അപ്പൊ അവര് രണ്ടാളും. പിന്നെ അത് കഴിഞ്ഞ് ഒപ്പത്തിന്റെ കന്നഡ ചെയ്തു. അപ്പം വന്നിട്ട് ശിവരാജ് കുമാർ അങ്ങളുണ്ടായിരുന്നു. അത് ഒട്ടും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഹിന്ദി ചെയ്തപ്പോ ഋഷികപൂർവങ്ങളുണ്ടായിരുന്നു. ദൈവമേ. അപ്പൊ ഒരച്ഛനെ ഞാൻ മാറ്റി നിർത്തില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇല്ല, ഞാൻ ഇരിക്കില്ല വലിയ പുള്ളിയാലേ. പിന്നെ ഓഫീസർ വന്നപ്പോ ചാക്കോച്ചൻ ഉണ്ടായിരുന്നു. അപ്പം ഒരച്ഛനെ ഞാൻ മാറ്റി നിർത്തത്തില്ല. എല്ലാ അച്ഛന്മാരും എനിക്ക് ഇഷ്ടമാണ്. ശ്രേഷ്ഠകുട്ടി, നമ്മളിത് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലായോ? അല്ല, ഈ പാട്ട് പാടിയതില് ആരാ അഭിനയിച്ചേന്നറിയില്ലേ മോക്ക്? അടുത്ത് നിക്കണു. അവളെന്നോട് പറഞ്ഞു രാവിലെ എന്നെ കണ്ടപ്പോ തൊട്ട് പറഞ്ഞു, ഞാനിന്ന് മീനൂട്ടി ചേച്ചിയുടെ പാട്ടാ പാടുന്നത്. അല്ല മീനൂട്ടി, എന്തോ ഈ പാട്ടിപ്പോ ശ്രേഷ്ഠക്കുട്ടി പാടിയിട്ട് മീനൂട്ടിക്ക് എന്താ തോന്നണേ ഇപ്പൊ? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരുപാട് സൈഡിൽ നിന്ന് പാടുന്ന പാടുന്നത് അതെനിക്ക് അങ്ങനെ മനസ്സ് സെറ്റ് ചെയ്ത് അപ്പൊ വെച്ചിരിക്കാം. ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട്. ആ ആഗ്രഹം മനസ്സിൽ മീനൂട്ടി 2 ലൈൻ. അതാ ഞാൻ പറഞ്ഞത്, മനസ്സിൽ വെച്ചോ. 2 ലൈനൊക്കെ പാടാം. അയ്യോ തീരെ അറിയാം. പ്രത്യേകിച്ച് ശ്രേയ എന്നോട് പറഞ്ഞിട്ടുണ്ട് പടം കഴിഞ്ഞ സമയത്ത്, നീ ഇത് വെളിയിൽ പോയി പാടരുത് മീനാക്ഷി ദേവിയത്. അവള് കൂടെ ഉള്ളപ്പോ ഞാൻ സൈഡിൽ നിന്ന് ചുണ്ടനക്കും. അതല്ലാതെ ഒരു പരിപാടിയും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പാട്ട് പാടി തുടങ്ങിയിരുന്നല്ലോ മീനൂട്ടി. അതുകൊണ്ടല്ല അങ്ങനെ തോന്നുന്നുണ്ടോ? Yes. സത്യസന്ധമായിട്ട് മീനൂട്ടി പാടി തുടങ്ങിയതാണ്. മീനൂട്ടി അടുത്ത സീസൺ തുടങ്ങുമ്പോ ഇത് മീനൂട്ടിയുടെ എത്ര തവണ എത്ര സീസൺ ഇത് പറഞ്ഞെന്ന് അറിയാമോ? ശിക്ഷണത്തിൽ ഏർപ്പെടാൻ പോവാ. എന്ത് പറയുന്നു? ഞാൻ അത് നല്ല കാര്യമാണ്. പഠിപ്പിച്ചുതരാം. ഓക്കെ, ഒരു പാട്ട് നമ്മൾ അവിടെ ഇരുന്ന് പാടുന്നു. പാടിയിരിക്കും. ഓക്കെ, ട്വിങ്കിൾ ടിങ്കിളെങ്കിലും ഞാൻ പാടിയിരിക്കും. ഒന്നും അല്ല, നല്ലൊരു കുട്ടി കീർത്തനം പറഞ്ഞു. ഇത് എടുത്തു വെച്ചോണേ കേട്ടോ. ഓക്കെ പിന്നെ ആന്റി. ഓക്കെ ശ്രേഷ്ഠക്കുട്ടി, എന്തോ അസലായിട്ട് ഉഗ്രനായിട്ട് പാടിട്ടാ. താങ്ക് യു. വളരെ നന്നായിരുന്നു. മധുവങ്കളിന് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. നല്ല രസമുണ്ടായിരുന്നു പാടണ കാണാൻ. പിന്നെ അവസാനം ഒരു ഗ്ലൂം വന്നപ്പോ എന്തിനാ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയേ, അച്ഛനെ നോക്കിയേ? അത് പേടി.
എന്തിനാ ഒരു പേടിക്കണേ? പേടി. നമ്മളൊക്കെ സ്വന്തം അല്ലേ? ഞങ്ങളൊക്കെ എന്ത് ആ. രസിച്ചോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ വഴക്ക് പറയോ അങ്ങനെയൊക്കെ വന്നാ? അച്ഛൻ അറിയാലോ. അച്ഛനെ കണ്ട അങ്ങനെ ഏ തോന്നില്ല. അച്ഛൻ അച്ഛൻ പറ നന്നായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ദേ നല്ല ചിരിച്ചോണ്ടിരിക്കണ അച്ഛൻ 24 hours. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ, തല്ലിട്ടുണ്ടോ? അല്ല, പാട്ട് പഠിക്കാത്ത സമയത്ത് ആ. വഴക്കാറാനുണ്ട്. അത് അത് വേണല്ലോ. നന്നാവാനല്ലേ? അതെ. അത് ശേഷക്കുട്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? ഉം. ആ. കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ആ ഉണ്ട്. അത് വേണം. ചെറിയ വഴക്കല്ലേ? ആ ആ ശ്രേഷ്ഠക്കുട്ടി സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഇത്രയും വരികളൊക്കെ കാണാതെ പഠിച്ച് അല്ലേ? അതെ, ഒന്നും എന്തോരം തെറ്റാതെ ലൈൻസാ എത്ര lines മീനുട്ടി ഇത് കാണാതെ പഠിച്ചിട്ടാണോ അഭിനയിച്ചേ? അതെ അതെ. ആണോ? ആ. ഓ പിന്നെ ഇത്ര എത്ര പഠിപ്പിച്ചിട്ടല്ലേ ദിവസം ഇതൊക്കെ എടുത്തു മക്കളെ നിസ്സാരം. കാണാതെ പഠിക്കാൻ? മീനുട്ടി എത്ര ദിവസം എടുത്തു കാണാതെ പഠിക്കാൻ? ഇല്ല, ഞാൻ 1-2 മണിക്കൂറിൽ പഠിച്ചു. എനിക്ക് പഠിച്ച- ചുണ്ടനക്കാ ആ, പോലെ. ഇതുണ്ട്. ആ, അതെ. ആ. പിന്നെ ആ, ഇവിടെ എന്റെ അപ്പച്ചി വന്നിട്ടുണ്ട്. അപ്പച്ചിയോ? അപ്പച്ചി അമ്മച്ചി കൈ കാണിക്കും. ഓ അത് അത് ശരി. ചിരി കണ്ടപ്പോ മനസ്സിലായി ഒരു കുടുംബത്തിൽ നിന്നാണ്. അതെ, ഒരുപോലെ ഉണ്ട്. ആ, അതെ 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 അതെ. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഫാമിലിയുടെ ചിരി കാണുമ്പം റിമി പറഞ്ഞതുപോലെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അതെ. ഒരു positivity കേട്ടോ, ഭയങ്കര തോന്നുന്നു. അതെ. പോസിറ്റീവ് ഒരു ചിരിയാണ്. ശ്രേഷ്ഠക്കുട്ടി ഇത്രയും നാളും പടിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഇത് തോന്നുന്നു. Yes, yes, yes. എനിക്കറിയില്ല, നല്ല 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 ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ്. ഇത്രയും ആ, വലിയ അതെ, അതെ, പാട്ടൊക്കെ അതെ. എടുക്കാൻ പറ്റിയില്ലേ? ശ്രേഷ്ഠക്കുട്ടിയെ സംബന്ധിച്ചൊരു ഹെവി സോങ്. ആ അതെ അതെ. അത് ഇത്ര പിന്നെ രസമായിട്ട് പാടി. വരികള് ഉണ്ട്. ആ അടിപൊളിയായിട്ടോ. പല്ലവി തന്നെ ഉണ്ട് 1 കിലോമീറ്ററോളം. അതെ. അതെ. നമ്മള് ചിരിച്ചുപോയി. മിക്കട് മിടിക്ക് കേട്ടോ. താങ്ക് യു. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ അപ്പച്ചി പൂക്കുറ്റി.